ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കാന്താരി കിങ്ങിണിയിലേക്ക് സ്വാഗതം. ഈ ഇത്രയും നേരം ഉണങ്ങി നിന്ന ഇല എന്താ ഇത്ര പെട്ടെന്ന് നിവർന്നേ? ഈ ഒരു ചീരച്ചെടി ഉണ്ടോ, ശിവതേക്കാളും വലിപ്പമായി കേട്ടോ. ഞങ്ങളിത് വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്നതാണ്. നല്ല പച്ചച്ചീരയാണ്, അതുകൊണ്ടാണ് ഈ ചീര വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്നത്. സാധാരണ പച്ചച്ചീര പോലെയല്ല, നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി. നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ പവർ കൊടുക്കാറുണ്ട്. എന്നാൽ ഇത്രയും ഉയരമുള്ള ചെടികളിൽ വരെ വെള്ളം കൊണ്ടുപോകുന്നതിന് കറണ്ടോ മറ്റൊരു എനർജിയോ ഉപയോഗിക്കുന്നില്ല. അപ്പം എങ്ങനെയായിരിക്കും ആ വെള്ളം കയറുന്നതെന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ചെടികളുടെ വേരുകളിൽ കണ്ടിട്ടുണ്ടോ, ധാരാളം റൂട്ട് ഹെയർസ് ഉണ്ട്. മുടി പോലുള്ള ഒരു ഭാഗമില്ലേ, ആ റൂട്ട് ഹെയർസ് ആ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള സർഫസ് ഏരിയ കൂട്ടും. അങ്ങനെ സർഫസ് ഏരിയ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ഗാഢത കൂടുതലാണ്. അപ്പോൾ ഗാഢത കുറഞ്ഞ വേരുകളിലേക്ക് വെള്ളം ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രവർത്തന മുഖേന വെള്ളം വേരുകളിലേക്ക് കടക്കും. വേരുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേരുകളുടെ അകത്ത് സൈലം എന്നു പേരുള്ള ഒരു വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുപോകുന്ന ഒരു കുഴലുകൾ, നമ്മുടെ പൈപ്പ് പോലെ വെള്ളം എല്ലായിടത്തും എത്തിക്കുന്ന ഒരു കുഴലുകളുണ്ട് ചെടികളിൽ. ഈ ചെടികളിലുള്ള ഈ സൈലം കുഴലുകളാണ് വേരുകളിൽ നിന്ന് വെള്ളത്തിനെ ചെടികളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത്. സൈലം ശരിക്കും പറഞ്ഞാൽ ഒരു തരം ഡെഡ് സെൽസ് ആണ് കേട്ടോ. പക്ഷെ ഇത് വെള്ളത്തിനെ, മിനറൽസിനെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലോട്ടും എത്തിക്കും. ഈ സൈലത്തിന് വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ കുറേ മെക്കാനിസംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. ട്രാൻസ്പിറേഷൻ പൂള്, റൂട്ട് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളാണ്. എന്നാലും അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കാരണം ഈ ഇലകളുടെ അടിഭാഗം കണ്ടോ, ഇവിടെയൊക്കെ പയറുമണിയുടെ ആകൃതിയിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. അതിനെ സ്റ്റൊമാറ്റ അഥവാ ആസ്യാരന്ധ്രങ്ങൾ എന്നാണ് പറയുന്നത്. അത് തുറക്കാനും അടയ്ക്കാനും കഴിയും. അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് വഴി വെള്ളം നമ്മുടെ ഇവാബറേഷൻ വഴി ചൂട് കൊണ്ടിട്ട് ഇതിനകത്ത് ഈ സ്റ്റൊമാറ്റോ തുറക്കുമ്പോഴത്തേക്കും ഇവാബറേഷൻ വഴിയിട്ട് ഓരോ തുള്ളി കുറേശ്ശെ വെള്ളം നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് താഴ്ന്ന് മുകളിലേക്ക് ഓരോ തുള്ളി വെള്ളമായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകും. അങ്ങനെ ഉണ്ടാകുന്നൊരു ട്രാൻസ്പിറേഷൻ പുള്ള് വഴിയാണ് മെയിൻലി വെള്ളം റൂട്ടിൽ നിന്നും മുകളിലേക്ക് എത്തുന്നത്. ഈ നമ്മുടെ ഈ ലീഫിൻ്റെ ഒരു സെക്ഷൻ, അതിനെ ലീഫിനെ മുറിച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൊമാറ്റോ വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഇത് കൂടാതെ തന്നെ റൂട്ട് സെല്ലിൽ അപ്പോൾ വെള്ളത്തിൻ്റെ ഗാഢത കൂടുകയും ബാക്കിയുള്ള സെല്ലുകളിൽ ഗാഢത കുറയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഓസ്മോസിസ് വഴിയായിട്ട് വെള്ളം മുകളിലേക്ക് കടക്കും. അങ്ങനെയാണ് ചെടികളിൽ ഈ വെള്ളം വേരിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഈ വെള്ളം മുകളിലേക്ക് എത്തുന്നതെന്ന്? ആദ്യം വേരുകളിലിരിക്കുന്ന വെള്ളം വേരുകളിൽ നിന്ന് സൈലം കുഴലുകൾ വഴി ഓസ്മോസിസ് അല്ലെങ്കിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്തിട്ട് വേപ്പറായി പോയതിനു ശേഷം അവിടെ ഓരോ തുള്ളി വെള്ളമായി മേളിലോട്ട് കയറി. നമ്മൾ വരിയൊക്കെ നിൽക്കുമ്പോൾ ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ കയറിയില്ലേ, അതുപോലെ ഓരോരുത്തരായി കയറി എത്ര വലിയ മരമായാലും അതിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം കിട്ടും. അങ്ങനെയാണ് ചെടികളിൽ വെള്ളം മേളിലേക്ക് എത്തുന്നത്. എത്ര അത്ഭുതകരമാണല്ലേ ഈ ചെടികളുടെ ലോകം. നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയും ഒരു വലിയ മരത്തിൽ വെള്ളം അങ്ങ് അറ്റം വരെ എത്തിക്കുന്ന അത്രയും എനർജി, അത്രയും വലിയൊരു കാര്യമാണ് ഈ സിമ്പിൾ ടെക്നിക്കിലൂടെ ചെടി ചെയ്യുന്നത്. എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടെന്നോ ഈ സസ്യലോകത്തിൽ. അമ്മ പറഞ്ഞത് നിങ്ങൾ കൂട്ടുകാരെല്ലാം കേട്ടില്ലേ? അപ്പോൾ ഈ ഒരു കുഞ്ഞു ചെടി തന്നെ എത്ര വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ലൈക്ക് ആൻഡ് ഷെയർ.